welcome to market discussion of the day. Today, June 25th, 2025, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ പുതിയ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്രാഷ് കോഴ്സ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ചൊവ്വാഴ്ചയും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ 1 മാസം നീണ്ടു നിൽക്കുന്ന അഡ്വാൻസ്ഡ് ലെവൽ കോഴ്സ് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ കോഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന പർട്ടിക്കുലർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കോഴ്സ് 7:30ക്കും 10:30ക്കും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം, ഇന്ത്യൻ ടൈമിങ്ങിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽസ് ആയിട്ട് നമുക്ക് ഒരുപാട് ഫണ്ടമെൻ്റൽസ് നടക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ വാർ, ഇസ്രായേൽ ഇറാൻ വാറിനെ സംബന്ധിച്ച് അതിനകത്തൊരു സീസ് ഫയർ വന്നിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അനൗൺസ് ചെയ്ത് ഇന്നലെ രാത്രി. അതിനുശേഷം ചെറിയൊരു രീതിയിലുള്ള അറ്റാക്കൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഇറാൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായി. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അതൊരു സീസ് ഫയറിലോട്ട് ആകാൻ ഉള്ള പോസിബിലിറ്റിയാണ് കൂടുതലായിട്ടും, അല്ലെങ്കിൽ ഒരു പീസ്, ഫുള്ളായിട്ടുള്ളൊരു പീസിലോട്ട് നിലനിന്ന് പോകാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഷോമാൻ ആയതുകൊണ്ടിട്ട് തന്നെ പുള്ളിക്കാരനാണ് ഈ ഒരു വാർ അവസാനിപ്പിച്ചതെന്നും അത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു വാറിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു സംഭവം പുള്ളിക്കാരനായിട്ട് തടയിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഓക്കെ, അത് ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമാണെന്നുള്ള കാര്യമാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിനുശേഷം ഒരു 4 മണിക്കൂർ മുന്നേ ഇസ്രായേൽ പ്രസിഡന്റ് പ്രസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഈ ഒരു വാർ ജയിച്ചു, അവരുടെ ഇത്രയും പേരെ കൊന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഒരു സയൻറ്റിസ്റ്റിനെ കൊന്നു, 3 ജനറൽസിനെ കൊന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനും സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ ഇറാൻ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഇന്നും ഒരു വോളറ്റാലിറ്റി പ്രതീക്ഷിക്കാം. പക്ഷേ എന്താ പറയുക, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമായിരിക്കും ഒരു വോളറ്റാലിറ്റി പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇന്ന് നമുക്ക് ടോട്ടലി ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ദിവസം കൂടിയാണ്. ഓക്കെ, പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നാറ്റോ മീറ്റിംഗ് ഉണ്ട്, EU മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, സോ അതിൽ എന്താ പറയുക, കുറേ ചർച്ചകൾ നടക്കുന്നുണ്ടാവും. നാറ്റോയുടെ ചർച്ച നടക്കുന്നുണ്ടാവും. നാറ്റോ ബേസിക്കലി എന്താ പറയുക, 2% മാത്രം അവരുടെ GDP ആയുധങ്ങൾക്ക് വേണ്ടി, ഡിഫൻസിന് വേണ്ടിയിട്ട് ചിലവാക്കാം എന്ന് അവിടുന്ന് 5% മാറ്റാനായിട്ടുള്ള മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. അതിൽ പല രാജ്യങ്ങളും, സ്പെയിൻ പോലത്തുള്ള രാജ്യങ്ങളൊന്നും എഗ്രി ചെയ്തിട്ടില്ല. അതിൻ്റെ മീറ്റിങ്ങിൽ എന്താവും സംഭവിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കാണണം. അതേപോലെ തന്നെ US പ്രസിഡന്റ് ഇന്നലെ ഇസ്രായേൽ പ്രസിഡന്റിനെ, അങ്ങനെ ഓപ്പണായിട്ട് ഇസ്രായേലിനെ ഒരിക്കലും US അങ്ങനെ വിമർശിക്കുന്നതല്ല. പക്ഷേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ കാര്യമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചർച്ചകളും നാറ്റോ മീറ്റിങ്ങിൽ ഉണ്ടാകും. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കേണ്ടതാണ് ഇന്നത്തെ ദിവസം എന്നുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന കഴിഞ്ഞാൽ മാർക്കറ്റിലൊരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ടിട്ട് നമ്മൾ ലോട്ട് സൈസ് എടുക്കുന്നതിനകത്ത് എന്താ പറയുക, നമ്മൾ ഒന്ന് അലേർട്ടായിരിക്കണം. ഓക്കെ, സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. അത് ഫോളോ ചെയ്ത് പോവുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ അത് മാത്രമല്ല, ഒരുപാട് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ താരിഫ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. താരിഫിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചൈനയായിട്ടുള്ള താരിഫ്, യൂറോപ്യൻ കൺട്രീസിൽ US ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫിൻ്റെ ഡേറ്റ് കഴിയുന്നത്, ഒരു ഇളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡേറ്റ് കഴിയുന്നത് ജൂലൈ 9 ജൂലൈ 9 എന്നുള്ളൊരു കാര്യം നമ്മൾ ഇപ്പോൾ തന്നെ മനസ്സിൽ കുറിക്കുക. ഓക്കെ, അന്ന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കുക. ചിലപ്പോൾ അന്ന് ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ഞാൻ ഉറപ്പായിട്ടും പറയും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക അതിനെപ്പറ്റി, അത് എന്തായിത്തീരും, എത്രമാത്രം ആയിരിക്കും ഈ പറയുന്ന താരിഫ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ,
സോ ഇതൊക്കെ നാറ്റോ മീറ്റിങ്ങിലും ഇതെല്ലാം ചർച്ച ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കുക. അവിടുന്ന് എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക. ഓക്കെ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY വരുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 145.312. JPYയുടെ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക എക്സ്പേർട്സ് പറയുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് താഴോട്ട് ഒന്നുകൂടെ വന്ന് 142 സപ്പോർട്ട് ചെയ്താൽ അത് നമുക്കൊരു വലിയൊരു മൂവ്മെൻറ്റ് തരും എന്നുള്ളൊരു കാര്യമാണ്. 142 നമുക്ക് സപ്പോർട്ട് ചെയ്താൽ അത് വിത്തിൻ 1 മന്ത് 2 വീക്സ് ടു 1 മന്ത് അതൊരു 162 ഒന്നും കൂടെ മാർക്കറ്റിനെ കൊണ്ടുപോകാൻ പോസിബിലിറ്റി ഉള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യവും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് അതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഐ മീൻ ഏകദേശം 2000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, 2000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ആയിരിക്കും അതിൽ ഐ മീൻ 2000 പിപ്പല്ലല്ലോ, ഐ മീൻ ഓൾമോസ്റ്റ് ഒരു 20,000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഓളം ആ ഒരു മൂവ്മെൻറ്റിന് കിട്ടും എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അത് അടുത്ത അത് ഉറപ്പായിട്ടും അത് ഉറപ്പ് ഇല്ല, പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ അതുപോലെ തന്നെ അങ്ങനെ JPY മുകളിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും എന്താ സംഭവിക്കേണ്ടത്, ടെക്നിക്കലി GBPയും അതേപോലെ തന്നെ യൂറോയും താഴോട്ട് പോകണം. അങ്ങനെ യൂറോയിലും GBPയിലും ഒരു കറക്ഷനും ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റിയെക്കുറിച്ചും എനിക്ക് പറയാനായിട്ടുണ്ട്. ഇപ്പോൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.6044 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, സോ 1.6ൻ്റെ മുകളിലായിട്ടാണ് 1.1600 മുകളിലായിട്ടാണ് ഇന്നലെ മാർക്കറ്റ് അവസാനിച്ചതും. ഇന്നത്തെ എല്ലാ മാർക്കറ്റ് ഓപ്പണിങ്സും 1.16ൻ്റെ മുകളിലായിട്ടാണ് എന്നും പറഞ്ഞ് ഇവിടുന്ന് ഒരു ബൈ എടുക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്, തള്ളിക്കളഞ്ഞുകൂടാ. ഓക്കെ, അതുകൊണ്ടിട്ട് ആ ഒരു പോസിബിലിറ്റി തള്ളിക്കളയാതെ മാർക്കറ്റിനെ സമീപിക്കുക. അതായിരിക്കും നമുക്ക് എല്ലാവർക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം, അല്ലേ? സോ ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ എടുത്തു പോവുക. അങ്ങനെ റീട്രേസ് ചെയ്ത് കിട്ടി 1.1300 കിട്ടിയാൽ പോലും നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ആ ഒരു മൂവ്മെൻറ്റ് 1.1800 വരെ ഉള്ളൊരു മൂവ്മെൻ്റ് ആയി തീരും. ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കതിലും കിട്ടുന്നതായിരിക്കും. സോ നേരെ നമ്മൾ GBPയിലോട്ട് പോകുമ്പോൾ GBPയിൽ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് GBP 1.3621 സോ ഇതും ഇവിടെ തന്നെ നിൽക്കുകയാണ്, ഈ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. കുറേ ക്യാൻഡിൽസ് കണ്ടോ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ക്യാൻഡിൽസ് ഇവിടെ തന്നെ ഇങ്ങനെ ഫോം ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് GBPയിൽ ഇപ്പോൾ ചെയ്യാനായിട്ടുള്ളത് ഒന്നും കൂടെ മാർക്കറ്റ് റീട്രേസ് ചെയ്ത് 1.3500 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബൈ എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇവിടുന്ന് ഒരു സെല്ല് ചെയ്യണം എന്ന് എനിക്ക് പറയാനായിട്ടുള്ള ഒരു ധൈര്യം ഇല്ല. ഓക്കെ, അതേപോലെ യൂറോയും 1.1500 വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യമാണ് യൂറോയിൽ എനിക്ക് എടുത്ത് പറഞ്ഞു തരാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ ദിവസം എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ബേസിക്കലി GBPയെ പറ്റി പറയുമ്പോൾ GBP ഒരു ലോങ്ങർ ടേമിൽ അപ് ട്രെൻഡാണ്. പുതിയ പ്രസിഡന്റ് വന്നു, അതിനുശേഷം നമ്മളെ ഈ പറയുന്ന ഈ UK മാർക്കറ്റ് അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എന്താണ് ഇവിടുന്ന് അപ് ട്രെൻഡാണ് മാർക്കറ്റ്. ഒരു ഡൗൺ ട്രെൻഡിലോട്ട് വരും എന്ന് നമുക്ക് ഒരിക്കലും പറയാറായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ ഗോൾഡിൻ്റെ ചാർട്ടിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്നത് 3332. സോ പല ആൾക്കാരും ചോദിച്ചു, വാർ അവസാനിച്ചല്ലോ, മാർക്കറ്റ് എന്താ താഴോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് കയറി വന്നേന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വാർ അവസാനിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. കാരണം ഇനി അതൊരു സീസ് ഫയർ പലപ്പോഴും ബ്രേക്ക് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. സോ അതേപോലെ തന്നെ ഇറാനിയൻ പ്രസിഡൻറ്റിൻ്റെ സൈഡിൽ നിന്ന് എന്താണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായി, ഒരു വാറിൽ വിജയിച്ചു, അവർ ഇത്രയും പേരെ കൊന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത് ചിലപ്പം ഇറാന് ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ ഇറാനാണോ ഇസ്രയേലാണോ എന്ന് മാറിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇസ്രയേൽ പ്രൈം മിനിസ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അവർ വാറിൽ വിജയിച്ചു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സോ അതിനകത്തുനിന്ന് ഇറാൻ എന്ത് പ്രതികരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, അല്ലേ?
സോ അതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം എന്തെങ്കിലും ചിലപ്പം ചൊടിപ്പിച്ചിട്ട് ഒരു ബോംബിടാനൊക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അതിങ്ങനെ ഒരു പക്കാ സീസ്ഫയറിലോട്ട് വന്നെന്ന് നമുക്ക് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പം ഡിസിഷൻസ് എടുക്കുന്നതിന് മുന്നേ അതൊക്കെ നോക്കുക. അതിൻ്റെ കൂടെ തന്നെ റഷ്യ ഉക്രൈൻ വാർ നടക്കുന്നുണ്ട്, അത് സൈഡിലൂടെ പോകുന്നുണ്ട് കേട്ടോ. ചിലപ്പം നമ്മൾ ഒരു ദിവസം പെട്ടെന്നായിരിക്കും അറിയുന്നത് ഇതേപോലെ ഉക്രൈൻ്റെ എന്താ പറയുക ക്യാപിറ്റൽ സിറ്റിയൊക്കെ ഇവർ റഷ്യ പിടിച്ചടക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ, പല സ്ഥലങ്ങളും പിടിച്ചടക്കി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്നായിരിക്കും അറിയുന്നത്. അതൊക്കെ മനസ്സിൽ വെച്ച് മാത്രം ട്രേഡിലോട്ട് ഇറങ്ങുക എന്നുള്ള കാര്യം എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഏറ്റവും നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ 3280 അവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇന്നലെ 3300 സപ്പോർട്ട് ചെയ്തു. 3300 അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ, എനിക്കറിയില്ല എത്ര പേര് ബൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. 3300 അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഇന്ന് രാവിലെ ഏഷ്യൻ ടൈമിങ്ങിനാണെങ്കിലും യൂറോപ്യൻ ടൈമിങ്ങിലാണെങ്കിലും 3330 മുകളിലായിട്ടാണ്. ഇതാണ് ഏഷ്യൻ മാർക്കറ്റ് ഓപ്പണിങ്ങിൻ്റെ ഈ ഒരു ക്യാൻഡിലാണ്. ഓക്കെ, ഈ ഒരു ക്യാൻഡിലും യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പണിങ്ങിൻ്റെ ക്യാൻഡിൽ ഇതായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് ക്യാൻഡിൽ ഇത് 3330 മുകളിലായതുകൊണ്ടിട്ട് തന്നെ ഇവിടുന്ന് ഒരു അപ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിലും ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 3334 ഇപ്പോൾ നിൽക്കുന്നു. 3330 മുകളിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് പോയ ലോ ഉണ്ടല്ലോ, ഇന്ന് പോയ ലോയുടെ താഴെയായിട്ട്, ഇന്ന് പോയ ലോ എന്ന് പറയുമ്പോൾ ഇന്ന് 25, ഓക്കെ, ഇന്ന് പോയ ലോ എന്ന് പറഞ്ഞാൽ ഏകദേശം 3220 പോയിട്ടുണ്ട്. ഓക്കെ, സോ 20 താഴെ ഒരു 18 ലെവലിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് നോക്കാം. സേഫായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാർ 15 താഴെ, ഓക്കെ, 15 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ അതാണ് എനിക്ക് പറയാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നീട് ഉറപ്പായിട്ടും നമുക്ക് താരിഫിൻ്റെ കാര്യങ്ങൾ തിരിച്ച് വരും. അതിൻ്റെ ചർച്ചകൾ കൊണ്ടുവരും. വാർ അവസാനിച്ച ശേഷം വീണ്ടും ഉറപ്പായിട്ടും മീഡിയാസ് എന്ത് വരും, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വേണമല്ലോ മീഡിയയ്ക്ക്. അപ്പോൾ മീഡിയ വീണ്ടും എന്ത് ചെയ്യും, താരിഫിൻ്റെ ചർച്ചകളെക്കുറിച്ച് കൊണ്ടുവരും. അത് വീണ്ടും ഗോൾഡിനെ മുകളിലോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഈ വർഷം പ്രതീക്ഷിക്കുന്നത് 3680 3680, 3500 എന്നുള്ള 3680 ഈ വർഷം അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗോൾഡിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് എനിക്ക് എടുത്ത് പറഞ്ഞു തരാനായിട്ടുള്ള കാര്യങ്ങൾ. വാറൊന്നും അവസാനിച്ചിട്ടില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ടിട്ട് സ്റ്റേ അലേർട്ടായിട്ടിരിക്കുക. നമ്മൾ ലോട്ട് സൈസ് എടുക്കുന്നതിനകത്ത് കുറച്ച് എന്താ പറയുക, നല്ല രീതിയിൽ ഒരു ഡിസിപ്ലിൻ പാലിക്കുക. 10% മുകളിലുള്ള ഇക്വിറ്റിയിൽ ഒരു കാരണവശാലും ട്രേഡ് എടുക്കാതിരിക്കുക, ലോട്ട് സൈസ് എടുക്കാതിരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരിലോട്ട് എത്തിച്ചു കൊടുക്കുക. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാരിലോട്ട് എത്തിച്ചു കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ goodbye.